അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അർജുൻ. ഞാൻ കോലൈ സ്വദേശിയാണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് RCM എന്നുള്ള ഒരു ബിസിനസ് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 ഈ ബിസിനസ് വന്നെങ്കിൽ പോലും കഴിഞ്ഞ മാർച്ച് സമയമെടുത്തു ഇതിൽ ശരിക്കും ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ ഒരു 14-15 പേരാണ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിലുള്ള ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇന്നൊരു 38 പേരിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ ബിസിനസ്സിനെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണ്. അതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, ഈ ഗ്രൂപ്പിന്റെ നെടുന്തൂണായ നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ റോയൽറ്റി അച്ചീവർ സുരാഗ് സാർ നമ്മുടെ ഒപ്പം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ഗ്രൂപ്പ് തന്നെ തുടങ്ങിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രസക്തി ഇനി വരുന്ന ആളുകളിലാണ് നമ്മൾ ശരിക്കും അറിയാൻ പോകുന്നത്. വളരെ ചുറുചെറുപ്പോടുകൂടി എല്ലാ സ്ഥലത്തും ഓടിയെത്തുന്ന ആഷിഖ് സാർ നമുക്കുണ്ട്. അതേയൊപ്പം തന്നെ ഒരു 19 വയസ്സുകാരൻ 2 കട നടത്തി കൊണ്ടുപോകുന്ന ഒരു 19 വയസ്സുകാരൻ, ഒരു 25 വയസ്സുകാരൻ ഒരു കട നടത്തിക്കൊണ്ടുപോകുന്നവരും ഇന്ന് ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പ്രായം ഒരു വിഷയമുള്ള കാര്യമല്ല. ഏറ്റവും സന്തോഷം തരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കൽ അച്ചീവർ പേൾ പൊസിഷനിൽ നിൽക്കുന്ന അക്ഷയ് സാറും ഇന്ന് ഈ ഗ്രൂപ്പിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ കാണുന്ന ആഗ്രഹമുണ്ട്. ഒരു വട്ടം എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ ഇടയായി. അപ്പൊ അതിനുശേഷം കാണാനുള്ള ആഗ്രഹം കൂടി വരികയാണ്. അത് ഇതിലൂടെ ആവുന്നതിൽ ഞാൻ ക്ഷമിക്കുന്നു, പക്ഷെ നേരിട്ട് കാണാൻ ഇനിയും നമുക്ക് അവസരങ്ങൾ വരുന്നു. അതുപോലെ തന്നെ അമീർ ഷാ ഉണ്ട്, അദ്ദേഹം നല്ലൊരു അച്ചീവറാണ്. അങ്ങനെ ഒരു കൂട്ടം അച്ചീവേഴ്സിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ പറയാൻ വാക്കുകളില്ല. മനസ്സ് ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഞാനും സുരാഗ് സാറൊക്കെ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ, ആഷിഖ് സാറൊക്കെ ഈ ബിസിനസ് തുടക്കകാലം കണ്ടുവരുമ്പോൾ ഇതിൽ പറയത്തക്ക യങ്സ്റ്റേഴ്സ് ആരുമില്ല. വളരെ ചുരുക്കമായ കുറച്ച് പേര്. നമ്മൾ വർക്ക് ചെയ്യേണ്ട ആൾക്കാർ നമ്മുടെ അതേ വേവ് ലെങ്ത് ഇല്ലാത്ത ആൾക്കാരാണ്. അതായത് നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റാത്ത ആൾക്കാരാണ്. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം കവിഞ്ഞൊഴുകയാണ് യങ്സ്റ്റേഴ്സ് ആയിട്ട്. അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എന്റെ വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് സത്യം പറഞ്ഞാൽ RCM വിജയിക്കാൻ ഇത്രയധികം ഉൽപ്പന്നങ്ങൾ വേണോ? 800-ലധികം ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് നമ്മുടെ കമ്പനിയുടെ MD ചോദിക്കാനുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ, ഇത്രയധികം ഉൽപ്പന്നങ്ങൾ എന്തിനാണ്? ഒറ്റൊരു ഉൽപ്പന്നം മതി നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഒറ്റൊരു ഉൽപ്പന്നമാണെങ്കിലും നമ്മൾ ആരുടെയും കണ്ണിൽ പെടാതെ ഒരു സൈഡിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ഉൽപ്പന്നമായിരിക്കും. വരും, നമുക്ക് അങ്ങനത്തെ ഒരു ഉൽപ്പന്നത്തിലേക്ക് പോവാം. അപ്പൊ ഞാൻ എന്റെ സ്ലൈഡ് ഷെയർ ചെയ്യാണ്, ഏതാണ് ആ ഉൽപ്പന്നം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ജോയ് ബൈറ്റ്സിനെ കുറിച്ചാണ്. ഇതിൽ എത്ര പേര് ജോയ് ബൈറ്റ്സ് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ചിലവർ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കഴിച്ചോളൊന്നുമില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന റെഗുലറായ മിഠായിയുടെ ടേസ്റ്റ് ഒന്നല്ല അത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും 90%. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ എന്നിട്ട് നമ്മൾ ചെയ്യും, കാരണം കാശ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം സെറ്റിലാക്കാൻ പറ്റുന്ന വെച്ചാൽ എന്തിന് നമ്മൾ അവസരം പാഴാക്കണം? ജോയ് ബൈറ്റ്സ് എന്നുള്ള ഈ ഒരു മിഠായി, ഈ ഒരു കാൻഡി ബാർ എന്നുള്ളത് ഒരു സാധാരണ കാൻഡി ബാർ അല്ല. ഒരു സാധാരണ കാൻഡി ബാർ ആയിരുന്നെങ്കിൽ ഇന്ന് ഇതിന് ഇത്രയേറെ പ്രസക്തി ഈ ഒരു സ്ലൈഡിലൂടെ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കില്ലായിരുന്നു. അപ്പോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലൊരു കാൻഡി ബാർ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ സാധ്യത? അപ്പൊ ആദ്യം ഞാൻ പറയുന്നത്, ഇത് ഈ ഒരു ഉൽപ്പന്നത്തിന്റെ കാര്യം മാത്രമല്ല, ഏതൊരു ഉൽപ്പന്നം RCM വന്നാലും ആദ്യം നോ യുവർ പ്രൊഡക്റ്റ് ഫസ്റ്റ്. അതായത് അത് 100% ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഡിസൈഡ് ചെയ്യുക, ഇതിൽ ശരിക്കും ഒരു മൂവ്മെന്റ് സൃഷ്ടിക്കാൻ പറ്റുമോ, ഇതിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ജോയ് ബൈറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാണ്, ഈസ് എനർജി ബാർ സെയിം ആസ് പ്രോട്ടീൻ ബാർ? ഇപ്പോ ജോയ് ബൈറ്റ്സിനെ പറ്റിയിട്ട് പൊതുവേ നമ്മൾ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അത് എനർജി ബാർ ആണെന്ന് പറയും, ഒന്ന് പ്രോട്ടീൻ ബാർ എന്ന് പറയും. രണ്ടും ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എനർജി ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി തരുന്ന എനർജി ബൂസ്റ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എനർജി ബാർ എന്ന് പറയും. എനർജി ബാർ റിച്ച് ഇൻ ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഗ്രനോള, ഓട്സ്, നട്ട്, സീഡ്സ്. ഈ വക ഗ്രൗണ്ട് നട്ട് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതിൽ അടങ്ങിയിരിക്കുമ്പോൾ, അതിന് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുമ്പോൾ അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എനർജി തരാൻ സഹായിക്കും. ദിസ് ബാർസ് ആർ റെക്കമെൻഡഡ് ഫോർ എക്സസൈസസ് ലൈക്ക് റണ്ണിങ് ആൻഡ് സൈക്ലിംഗ്. അതായത് റണ്ണിങ്ങും സൈക്ലിങ്ങും പോലത്തെ ഹെവി ടാസ്കുകളെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്ന ഉൽപ്പന്നത്തെയാണ് നമ്മൾ എനർജി ബാർ എന്ന് പറയാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ ഗ്രൗണ്ട് നെറ്റുകൾ, അതായത് കപ്പലണ്ടി, ആൽമണ്ട്സ്, ഇത്തരമുള്ള ഗ്രൗണ്ട് നെറ്റ്സുകളായിരിക്കും. ഇനി രണ്ടാമത്തത് പ്രോട്ടീൻ ബാർ. എന്താണ് പ്രോട്ടീൻ ബാർ എന്ന് പറയുമ്പോൾ? അതിൽ ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു ബാറിനെയാണ് നമ്മൾ പ്രോട്ടീൻ ബാർ എന്ന് പറയും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈലി റിച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ബാർ കഴിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു മീൽ, നമ്മൾ സാധാരണ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചിനോ പകരമാവുമെന്നാണ് ഇത് പഠിച്ച ആൾക്കാർ പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആൾക്കാർ പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റന്റ്
ഇൻസ്റ്റന്റ് റിലീഫ് ഫോർ ഹങ്കർ പാങ്സ്. അതായത് പെട്ടെന്ന് നമുക്ക് വിശപ്പുണ്ടെന്ന് വെച്ചാൽ പ്രോട്ടീൻ ബാർ കഴിച്ചാൽ ആ വിശപ്പിനെ അടക്കാൻ പറ്റും. ഓൾസോ റെക്കമെൻഡഡ് ഫോർ അത്ലീറ്റ്സ് ആൻഡ് ബോഡി ബിൽഡേഴ്സ്. അതായത് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജിമ്മുകൾ. അവിടെ ബോഡി ബിൽഡേഴ്സ്, അതുപോലെ തന്നെ സ്പോർട്സ് ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന അത്ലീറ്റ്സ്, ഇവർക്കൊക്കെ നമുക്ക് പ്രോട്ടീൻ ബാർസ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു എനർജി ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി തരുന്നതും, ഒരു പ്രോട്ടീൻ ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ആഹാരം, ഒരു നേരത്തെ ആഹാരത്തിന് പകരമാവുന്നതുമാണ് ഇവ രണ്ടും. ഇത് രണ്ടും രണ്ടാണ്, ഒന്നല്ല. എന്നാൽ ഈ രണ്ട് ബാറുകളും ഒരുമിച്ചാവുമ്പോഴാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് കിട്ടുക. അത് തരാൻ പ്രാപ്തമായ ഒരു പ്രൊഡക്റ്റ് ആണ് ജോയ് ബൈറ്റ്സ് എന്നുള്ളത്. ഈസ് ഇറ്റ് ആൻ എനർജി ബാർ? ഇതൊരു എനർജി ബാർ ആണോ? അതെ, തീർച്ചയായിട്ടും ഇതൊരു എനർജി ബാർ ആണ്. കാരണം ഇതിൽ നട്ട്സും സീഡ്സും അടങ്ങിയിട്ടുണ്ട്, ഓട്സ് അടങ്ങിയിട്ടുണ്ട്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി തരും. ശരീരത്തിന് വേണ്ട എനർജി തരുമെന്ന് മാത്രമല്ല, അത് ഫിസിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി ഊർജ്ജം തരും. ആൻഡ് ഹൈ എനർജി മീൻസ് ഹൈ ലെവൽ ഓഫ് പോസിറ്റീവ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എനർജി കൂടുമ്പോൾ നമ്മൾ കുറച്ച് പോസിറ്റീവ് ആവും, അല്ലെ? അങ്ങനെ കുറച്ച് പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ഹൈ പ്രൊഡക്ടിവിറ്റി കൂടും, നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ഷമത കൂടും. ആൻഡ് ദിസ് മേക്സ് അസ് ജോയ്ഫുൾ. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജിയും പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഒരു എസ്കെസി എന്നുള്ള സ്റ്റേജ് ഉണ്ട്, നമ്മൾ കുറച്ചുകൂടി സന്തോഷവാന്മാരായിരിക്കും. ഈ സ്റ്റേജിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനർജി ബാറുകളിൽ മെയിൻ ആയിട്ട് അടങ്ങിയ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. കാഡ്ബറീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഒരു വാലന്റൈൻസ് ഡേക്കൊക്കെ ഒരു കാമുകിക്ക് ചോക്ലേറ്റ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റന്റ് മൂഡ് എൻഹാൻസർ ആണ്. അതായത് പെട്ടെന്ന് അവരെ സന്തോഷവാനാക്കും. അത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ശരീരത്തിൽ കുറച്ചും കൂടി ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ അതിന് പറ്റുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ മൂഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് അതിൽ ചേർത്തിട്ട് കൊക്കോ ഉണ്ടായിരിക്കാം. കൊക്കോ നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മൂഡ് എൻഹാൻസർ ആണ്, പോസിറ്റിവിറ്റി കൂടും ആ ഒരു കേസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരാളോടായിട്ടുള്ള പെരുമാറ്റവും അവരുടെ രീതികളും കുറച്ചുകൂടി മാറും. അതുകൊണ്ടാണ് ചോക്ലേറ്റ് നമ്മൾ യൂഷ്വലി കൊടുക്കാറ്. അപ്പോ ഇതിൽ എനർജി ബാർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് ജോയ് ഉണ്ട്. ഇനി ഇതൊരു പ്രോട്ടീൻ ബാർ ആണോ? ഓഫ്കോഴ്സ് ഇതൊരു പ്രോട്ടീൻ ബാർ ആണ്. കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം, അതിൽ ഗ്രൗണ്ട് നട്ടും ആൽമണ്ടും അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത് റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്, വിച്ച് മേക്സ് ഇറ്റ് പെർഫെക്റ്റ് മീൽ റീപ്ലേസ്മെന്റ്. അതായത് നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ജോയ് ബൈറ്റ്സ് ഉണ്ടോ, അത് മതി, അത് മാത്രം മതി. ഇനി ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി പുറമേ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ എനർജി ബാർ അല്ലെങ്കിൽ പ്രോട്ടീൻ ബാർ. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒന്ന് എനർജി ബാർ ആണ്, രണ്ട് പ്രോട്ടീൻ ബാർ ആണ്, മൂന്ന് അതൊരു ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് ജോയ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ആണ് എനർജി ബാറും പ്രോട്ടീൻ ബാറും. സോ ഇറ്റ് ഈസ് 3 in 1. അതായത് എനർജിയും കിട്ടും, പ്രോട്ടീനും കിട്ടും, സന്തോഷവും കിട്ടും. ഇനി അടുത്തൊരു സ്ലൈഡ്. ഓക്കെ, ഒരു കമ്പാരിസൺ സ്റ്റഡി. പുറമേ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ബാറും ജോയ് ബൈറ്റ്സും തമ്മിലുള്ളത് എന്താണ് വ്യത്യാസം? പുറമേ കിട്ടുന്ന ഒരു എനർജി ബാർ, ഇപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ട് പറയാനുള്ള ഒരു ബ്രാൻഡാണ് മോജോ എനർജി ബാർ. ഇതിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല, കാരണം അത് കുറച്ചുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ മോജോ എനർജി ബാർ പൊതുവെ റേറ്റിംഗ്സ് കൂടിയ ഒരു ബാറാണ്. ഈ ബാറും നമ്മുടെ ജോയ് ബൈറ്റ്സും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ സ്റ്റഡിയാണ് ഇവിടെ കാണിക്കുന്നത്. നെറ്റ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ മോജോ എനർജി ബാറിന് 32 gram ആണ് നെറ്റ് വെയിറ്റ് വരുന്നത്. എന്നാൽ നമ്മുടെ ജോയ് ബൈറ്റ്സിന് 35 gram വരുന്നുണ്ട്. ഇൻഗ്രീഡിയന്റ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ രണ്ടും വെജിറ്റേറിയൻ ആണ്, അതിൽ വേറെ നോൺ വെജ് ആയിട്ട് ഒന്നും ചേർത്തിയിട്ടില്ല. ഇനി സ്പെഷ്യൽ ഫീച്ചർ പറയുകയാണെങ്കിൽ മോജോ എനർജി ബാറിൽ നോ പ്രിസർവേറ്റീവ്സ്, അതിൽ MSG എന്ന് പറഞ്ഞ ഒരു കാര്യം ചേർത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് മോണോസോഡിയം ഗ്ലൂമേറ്റ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഫ്ലേവറുകൾക്ക് കുറച്ചും കൂടി എൻഹാൻസ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആഡിങ് ആണ് ശരിക്കും MSG. അത് ശരീരത്തിന് നല്ലതല്ല. ആൻഡ് അതിൽ ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജോയ് ബൈറ്റ്സിന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഇല്ല, നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് പ്രകൃതിദത്തമായ സ്വീറ്റ്നസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹണി എന്നുള്ളത്. കണ്ടെയ്ൻസ് നാച്ചുറൽ ആൻഡ് നേച്ചർ ഐഡന്റിക്കൽ വാനില ചോക്ലേറ്റ് ആൽമണ്ട് ഫ്ലേവേഴ്സ്. അതായത് പ്രകൃതിയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വാനില ചോക്ലേറ്റ് ആൽമണ്ട് ഫ്ലേവേഴ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ വിലയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. മോജോ എനർജി ബാർ, ഇത്രയും മാത്രം അടങ്ങുന്ന മോജോ എനർജി ബാറിന്, അത് 32 gram വരുന്ന മോജോ എനർജി ബാറിന് വരുന്ന വില 37.50 തൊട്ട് 40 രൂപ വരെ. കാരണം ഇതിലത്തെ ഫ്ലേവറിനനുസരിച്ചിട്ട് അതിന്റെ വില മാറും. എന്നാൽ നമ്മുടെ ജോയ് ബൈറ്റ്സിന് MRP വില വരുന്നത് 38 ആണെങ്കിൽ അതിന്റെ DP പ്രൈസ് വരുന്നത് 28 ആണ്. ഇനി അപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ്. ഈ കമ്പാരിസൺ സ്റ്റഡിയുടെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോ ഇതിലെ മോജോ എനർജി ബാറിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഹെൽത്തി ആൻഡ് ക്രഞ്ചി, ഗ്ലൂട്ടീൻ ഫ്രീ സ്നാക്ക്, ഹൈ ഓൺ പ്രീബയോട്ടിക് ഫൈബർ, വോൾ ഗ്രെയിന്,
അതുപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സ്, ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, ഇവയൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ബേസിക് ആയിട്ട് ഒരു സാധാരണ എനർജി ബാറിലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ പുതുമയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ ജോയ് ബൈറ്റ്സ് എന്നുള്ള ഈ ഒറ്റൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, 35 ഗ്രാം വരുന്ന ഈ ഒരു ഉൽപ്പന്നത്തിൽ എത്ര അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന് ഡെയിലി വേണ്ട ഡയറ്റിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രീഷ്യസ് നട്ട്സ് ആൻഡ് സീഡ്സ്, ജാഗറി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കര, മിൽക്ക് സോളിഡ്സ്, പനീർ എന്ന് നമ്മൾ പറയും, ഡാർക്ക് ചോക്ലേറ്റ്, ഗ്രൗണ്ട് നട്ട്, ആൽമണ്ട്, നമ്മുടെ സ്വന്തം റൈസ് ബ്രാൻ ഓയിൽ, ഹെൽത്ത് ഗാർഡ് ഓയിൽ, റൈസ് ക്രിസ്പീസ്, കോൺഫ്ലേക്സ്, ഷിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, കിനോവ, ഓട്സ്, ഹണി, കൊക്കോ പൗഡർ, സോൾട്ട്. ഇത്ര അധികം ഉൽപ്പന്നങ്ങൾ ഈ ഒറ്റൊരു ചെറിയ പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ പറയും ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഇതിന് വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, ആരും വാങ്ങില്ല എന്ന്. ആൾക്കാർ എപ്പോഴാ വാങ്ങുക? നമ്മൾ അതിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താലേ ആൾക്കാർ വാങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 15ഓളം ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ചെറിയ ബാറ് ഒരു നേരത്തെ ആഹാരത്തിന് പകരമാവും എന്ന് നിങ്ങൾ പറഞ്ഞ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഫുഡ് ഷോർട്ടേജ് ഫേസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? എത്ര ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതെ അലയുന്ന ആൾക്കാരുണ്ട്? അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഈ ഒരു ചെറിയൊരു ഉൽപ്പന്നമാക്കാൻ സാധിച്ചൂടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിന്റെ കമ്പാരിസൺ സ്റ്റഡി കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ ഇതിനെപ്പറ്റി അറിയാൻ? ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ ഇൻഗ്രീഡിയൻസിനും എത്രത്തോളം പവർഫുൾ ആണ്, എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ അറിയേണ്ട കാര്യം. എത്രത്തോളം ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് സഹായകരമാവുന്നു. വാട്ട് മേക്സ് ജോയ് ബൈറ്റ്സ് സോ സ്പെഷ്യൽ? എന്താണ് ഇത് ഇത്രയും സ്പെഷ്യൽ ആയിട്ട് പറയാത്തത്? അതിൽ ഏറ്റവും ആദ്യത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ പറയാത്തത് ശർക്കര തന്നെയാണ്. ശർക്കരയിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് തുണിമില്ലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെവി ഡസ്റ്റ് അലർജി ഉണ്ടാവും. ഈ തരം കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ ശർക്കരയ്ക്ക് പറ്റും. ഇറ്റ് എഫിഷ്യന്റ്ലി ക്ലീൻസ് റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ ശ്വാസകോശം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും ലങ്സിന് വേണ്ട പവർ കൊടുക്കാനും ശർക്കരയ്ക്ക് പറ്റും. നല്ല ശർക്കരയ്ക്ക് ഇന്റസ്റ്റൈൻ, സ്റ്റൊമക് ആൻഡ് ഫുഡ് പൈപ്പ്, ഈ 3 കാര്യങ്ങൾ, അതായത് നമ്മുടെ കുടലും അതേപോലെ തന്നെ നമ്മുടെ വയറും നമ്മുടെ ഫുഡ് പൈപ്പും, ഇത് 3നെയും പ്രോപ്പർലി ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ശർക്കരയ്ക്ക് ഉണ്ട്. ഇറ്റ് ഈസ് റെക്കമെൻഡ് ഫോർ പീപ്പിൾ വർക്കിംഗ് ഇൻ ഹെവിലി പോപ്പുലേറ്റഡ് ഏരിയ. ഇപ്പൊ ഫാക്ടറിയിലോ അല്ലെങ്കിൽ കൽക്കരി ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ശർക്കര നല്ലതാണ്, നല്ല ശർക്കര. രണ്ടാമതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന മിൽക്ക് സോളിഡ്സ്. മിൽക്ക് സോളിഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മിൽക്കിന്റെ പ്രത്യേകത നമുക്കറിയാം, ബോൺ ബിൽഡിംഗ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള പ്രോട്ടീൻ, കാൽഷ്യം, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ തരാൻ അത് സഹായകരമാവും. മൂന്നാമതാണ് ഡാർക്ക് ചോക്ലേറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഡാർക്ക് ചോക്ലേറ്റ് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൂഡ് എൻഹാൻസർ ആണ്. നമ്മളെ പെട്ടെന്ന് ഒരു സന്തോഷവാനാക്കുന്ന രീതിയിലേക്ക് ആ മൂഡ് മാറ്റാൻ അതിന് സഹായകരമാണ്. പവർഫുൾ സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡൻസ് ആണ്. ഹാർട്ട് ഡിസീസ് സംബന്ധമായ റിസ്കുകളെ കുറയ്ക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് സഹായകരമാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, സയന്റിസ്റ്റുകളുടെ സ്റ്റഡി പറയുന്ന കാര്യമാണ്. ഇനി നാലാമത്തതാണ് ഗ്രൗണ്ട് നട്ട്, അതായത് കടല. എക്സ്ട്രീംലി റിച്ച് ഓഫ് പ്രോട്ടീൻ. അതായത് നമുക്കറിയാം, കടല നമ്മൾ വെള്ളത്തിലിട്ട് കഴിച്ച മുളപ്പിച്ച കടലൊക്കെയാണെന്ന് വെച്ചാൽ നല്ലതാണ്. നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻ കിട്ടും. ഹെൽപ്സ് ഇൻ കൺട്രോൾ ഓഫ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ സഹായകരമാവും. എയ്ഡ്സ് ഇൻ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ, അതായത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇതേ ക്വാളിറ്റീസ് അടങ്ങുന്നത് തന്നെയാണ് ആൽമണ്ടും, കാരണം അതും വരുന്നത് നട്സിന്റെ കാറ്റഗറിയിലാണ്. അതിന് മറ്റൊരു സവിശേഷത എന്താ വെച്ചാൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, അതായത് നമുക്ക് ശരീരത്തിൽ നീര് വരുന്ന ആളുടെ ഒരു ശരീരം എന്ന് വെച്ചാൽ അവർക്ക് ഈ ആൽമണ്ട്, അതായത് ബദാം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. 3-4 ഡെയിലി വെള്ളത്തിൽ കുതിർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. റിച്ച് ഇൻ ഫൈബർ ആണ്, നല്ലോണം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഹെൽപ്സ് ടു ലോവർ കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെയും അതുപോലെ അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിനെയും കുറയ്ക്കാൻ ഇത് സഹായകരമാവും. അടുത്ത കണ്ടന്റ് ആണ് റൈസ് ബ്രാൻ ഓയിൽ. നമുക്കറിയാം, ഇതിനെപ്പറ്റി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഡോക്ടർ രാജൻ സാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിനും കൂടുതൽ മറ്റൊരാൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഏകദേശം 32 അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധമായിട്ട് കൊടുക്കുന്ന ഒരു എണ്ണയാണ് റൈസ് ബ്രാൻ ഓയിൽ, അതായത് നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ. അതിൽ ജപ്പാൻകാർ അവരെ പറയുന്നത് ഹാർട്ട് ഓയിൽ എന്നാണ്, കാരണം ഹാർട്ട് ഡിസീസസ് ആയിട്ട് ബന്ധപ്പെട്ട റിസ്കുകളെ ഒക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഏഴാമത്തതാണ് കോൺഫ്ലെക്സ്. ഡയറ്ററി ഫൈബേഴ്സ് ഒരുപാട് അടങ്ങിയിരിക്കുന്നത് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ പരിഹരിക്കാൻ അതിന് പറ്റും. റൈസ് ക്രിസ്പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അരിയുടെ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ബാർ പോലെ, അതായത് അത് ഉണക്കി പൊടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബാറിനെയാണ് നമ്മൾ പറയുക റൈസ് ക്രിസ്പീസ്. നമുക്ക് മെയിൻ ആയിട്ട് അത് നമ്മുടെ കോൺഫ്ലെക്സിലൊക്കെ കാണാൻ പറ്റും. കുറച്ചും കൂടി ന്യൂട്രീഷണൽ ഡയറ്റ് ഫോളോ ചെയ്യുന്ന കോൺഫ്ലെക്സിൽ നമുക്ക് അത് കാണാൻ പറ്റും. എ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റമിൻ സി ആൻഡ് മാഗ്നീസ് ആൻഡ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് വിറ്റമിൻ B6, ഫോളേറ്റ്, വിറ്റമിൻ B12 ആൻഡ് അയൺ. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പറഞ്ഞ എല്ലാ വിറ്റമിനുകളും ഒരു സ്ത്രീ ഗർഭിണി ആവുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് വേണ്ട കാര്യങ്ങളാണ്. അത് കൊടുക്കാൻ പര്യാപ്തമായ ഒരു
ഉൽപ്പന്നമാണ് ജോയ് ഫൈറ്റ്. 9ാമത്തെയാണ് ഷിയ സീഡ്സ്, ട്രേസസ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്, എ സോഴ്സ് ഓഫ് ഒമേഗ 3. ഒമേഗ 3 പറ്റി ഞാൻ പറയേണ്ട ആവശ്യം, നമ്മൾ ഇഷ്ടം പോലെ നിരവധി ക്ലാസ്സുകളിൽ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. സോഴ്സ് ഓഫ് വിറ്റമിൻ സി ആൻഡ് ഡി. ഓട്സ് ക്യാൻ ഇംപ്രൂവ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആൻഡ് ഹെൽപ്സ് ഇൻ വെയിറ്റ് ലോസ്. വീണ്ടും വെയിറ്റ് കുറയ്ക്കാൻ സഹായകരമാവും. ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനും ഓട്സ് ഹെൽപ്ഫുൾ ആണ്. ഫ്ലാക്സ് സീഡ് അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ്, ഹെൽപ്സ് ടു എലിമിനേറ്റ് ഹാർട്ട് ഡിസീസ്. ഹാർട്ട് ഡിസീസ് സംബന്ധമായ പ്രശ്നങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും, ഒബിസിറ്റി കുറയ്ക്കാൻ സഹായിക്കും. ഡയബറ്റീസ് പ്രശ്നങ്ങളുള്ളവർക്ക് അത് കഴിക്കാം. മെറ്റബോളിക് സിൻഡ്രോം, അത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മെറ്റബോളിസം പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യാൻ ഫ്ലാക്സീഡ് സഹായകരമാണ്. ഇനി അടുത്തതാണ് കിനോവ. ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കിനോവ. A study by Harvard Public School of Health stated that eating a bowl of quinoa daily, അതായത് കിനോവ ഡെയിലി നമ്മൾ ഒരു ബോൾ കിനോവ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഏർലി ഡെത്തിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം മോശമാണെങ്കിലും ഒരു പരിധി വരെ അതിനെ തടയാൻ സഹായിക്കും. അത്രയും പവർഫുൾ ആണ്. എന്തിന്റെ റിസ്ക്? ഫ്രം ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, റെസ്പിറേറ്ററി എലിമെന്റ്, ഡയബറ്റീസ് ആൻഡ് അതർ ക്രോണിക് ഡിസീസ് ബൈ 17%. 17% കിനോവ നിങ്ങൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള ഈ രോഗങ്ങൾ, ഇതിനപ്പുറമുള്ള രോഗങ്ങളിൽ അത് തടയാൻ പ്രാപ്തമാണ്. അതാണ് കിനോവയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 13ാമത്തേതാണ് ഹണി. ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹണി അപ്ലൈ ചെയ്ത് നമുക്കറിയാം. അതേപോലെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ചെറിയ രീതിയിൽ തേൻ ചാലിച്ചിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഡൈജസ്റ്റീവ്, അതായത് ഇപ്പോൾ വയർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇഞ്ചിയും തേനൊക്കെ കൂടിയിട്ട് നമ്മൾ ചതച്ച് കുടിച്ചിട്ടുണ്ട്. ഇനി കൊക്കോ പൗഡർ 14ാമത്തെ കണ്ടന്റ് നമ്മുടെ ബ്ലഡ് ഫ്ലോവിനെ കുറച്ചും കൂടി കൂട്ടാൻ സഹായിക്കും. നമ്മുടെ ബ്രെയിൻ പവറിനെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കും. റെഡ്യൂസസ് ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് an excellent source of mood enhancer. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂഡ് എൻഹാൻസ് ചെയ്യാൻ വളരെ നല്ലൊരു ഉൽപ്പന്നമാണ്. സോൾട്ട് ഏറ്റവും ലാസ്റ്റ്, എസെൻഷ്യൽ ഫോർ നെർവ് ആൻഡ് മസിൽ ഫങ്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള നാഡി സംബന്ധമായ ഫങ്ഷൻസിനെയൊക്കെ പ്രോപ്പർലി എൻഹാൻസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇതാണ് 15 ചേരുവകൾ അടങ്ങിയിട്ടുള്ള ജോയ് ബൈറ്റ്സ്. ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ചോദിക്കുകയാണ്, സത്യത്തിൽ ഇത്രയും ഗുണമേന്മയുള്ള ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? 15 ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഈ ചെറിയൊരു ബാറിൽ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഇനി ഇതിന്റെ ബിസിനസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ, ക്യാൻഡി ചേഞ്ച് യുവർ ബിസിനസ്. ഒരു മിഠായിക്ക് നിങ്ങളുടെ ബിസിനസ് മാറ്റാനുള്ള പവർ ഉണ്ടോ? വരൂ നോക്കാം. MRP ഇതിന്റെ 38 ആണെങ്കിൽ ഇതിന്റെ DP വരുന്നത് 28ഉം ഇതിന്റെ BV വരുന്നത് 17ആണ്. അതായത് ഇൻസ്റ്റന്റ് സെയിൽസ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 28 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ഉൽപ്പന്നം, ഒരു ഡിസ്ട്രിബ്യൂട്ടർ 28 രൂപയ്ക്ക് വാങ്ങുന്ന ഉൽപ്പന്നം 38 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് സെയിൽസ് പ്രോഫിറ്റ് അവനെ സംബന്ധിച്ചോളം 10 രൂപയാണ്. അതായത് ഇതിന്റെ BV ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം 10% നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 1 രൂപ 70 പൈസ വരെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിമം പ്രോഫിറ്റ് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം, ഒരു RCM ഡിസ്ട്രിബ്യൂട്ടറിനെ സംബന്ധിച്ചോളം 11 രൂപ 70 പൈസ ഒരു ജോയ് ബൈറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ 32% നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ 17 × 32%, അതായത് നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഒരു കണക്കനുസരിച്ചിട്ട് ഇതിന്റെ ഒരു ഇഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് അറ്റ് 32%, ഇതിന്റെ BVയുടെ 32% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 രൂപ 44 പൈസ വരെ ഒരു 32% നിൽക്കുന്ന വ്യക്തിക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 15 രൂപ 44 പൈസ ആർക്ക് കിട്ടും? അതായത് ഇതിൽ 32% നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് ഒരു ജോയ് ബൈറ്റ് വിറ്റാൽ കിട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ മിനിമം 11 രൂപ 70 പൈസ പ്രോഫിറ്റ് കിട്ടും, മാക്സിമം 15 രൂപ 44 പൈസ തിരിച്ചു കിട്ടും ഒരു മിഠായി വിറ്റാൽ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് നാട്ടിലുള്ള ഏത് മിഠായി നിങ്ങൾ വിറ്റാലും എത്ര വലിയ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ ഈ റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടും. ഒരു സിംഗിൾ മിഠായില് ഇത്രയും റേഞ്ച് പ്രോഫിറ്റ് തരാൻ പറ്റുന്ന വേറെ ഏത് പ്രസ്ഥാനമാണുള്ളത്? കഴിഞ്ഞിട്ടില്ല. ഈ ഒറ്റൊരു പ്രൊഡക്റ്റിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് സമ്പാദിക്കാൻ പറ്റും. അത് മാജിക് രൂപത്തിൽ ഞാൻ കാണിച്ചുതരാം. ഇൻ ദാറ്റ് കേസ് ഫോർ എ RCM ഡിസ്ട്രിബ്യൂട്ടർ 32%, അതായത് 32% നിൽക്കുന്ന ഒരു RCM ഡിസ്ട്രിബ്യൂട്ടർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ 20 ജോയ് ബൈറ്റ്സ് പെർ ഡേ വിറ്റുള്ളൂ. അതായത് ഒരു ദിവസം 20 ജോയ് ബൈറ്റ്സ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ 20 × 15.44, അതായത് 20 ജോയ് ബൈറ്റ്സ് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോയ് ബൈറ്റുമേ ഉണ്ടാവുന്ന ലാഭം എന്ന് പറയുന്നത് 15 രൂപ 44 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 20 എണ്ണം നിങ്ങൾ ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം ഉണ്ടാവുന്ന ലാഭം 308 രൂപ 8 പൈസ. ഇതാണ് നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാവുന്ന ലാഭം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഒരു മാസം ജോയ് ബൈറ്റ്സ് വിൽക്കുകയാണ്, 20 എണ്ണം വെച്ച് വിൽക്കുകയാണെങ്കിൽ ഒരു മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 308 × 30 9264 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരും.
9,264 രൂപ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് കൊണ്ട് ഇത്രയും ടേൺ ഓവർ നടത്താൻ പറ്റും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കോവിഡ് പ്രതിസന്ധികളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പല ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ഇതിനും തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിനാണ്. 7-8 മണിക്കൂർ കടകളിലും സ്റ്റാഫായിട്ട് നിൽക്കുന്ന പല ആൾക്കാരുടെയും ഇന്നത്തെ വരുമാനം എന്ന് പറയുന്നത് 6,000-8,000 രൂപയാണ്. അവിടെയാണ് വെറും ഒരു മിഠായി, ഒരു 20 മിഠായി ഒരു ദിവസം വിറ്റുകൊണ്ട് ഒരു ചെറുപ്പക്കാരനോ ഒരു വ്യക്തിക്കോ, ഓക്കെ, അപ്പോ ഇവിടെ ഇൻ എ മന്ത് ഹി ഓർ ഷീ വിൽ ഏൺ 9,264, 9,264 രൂപ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചോളം ഏത് പ്രായം ആയിക്കോട്ടെ സിമ്പിൾ ആയിട്ട് വിറ്റയക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി 20 മിഠായി നിങ്ങൾക്ക് പറ്റില്ല, 10 മിഠായെങ്കിലും ഒരു ദിവസം ചെലവാക്കിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 × 15.44 154 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 4,632 രൂപ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് നേടാൻ പറ്റും. ഞാൻ ഈ 2 ഇൻകം പറഞ്ഞതും പാർട്ട് ടൈം ആയിട്ടുള്ള ഇൻകം ആണ്, ഫുൾ ടൈം ഒന്നല്ല. നിങ്ങൾ 1 മണിക്കൂർ ഇറങ്ങി ഒരു 20 പേർക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനത്തെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ചോയ്സ് നിങ്ങളുടെയാണ്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉൽപ്പന്നം, അതായത് ഒരു കാൻഡി ബാർ വിറ്റുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ഉണ്ടാക്കാന്ന് വെച്ചാൽ, ജസ്റ്റ് ഇമാജിൻ, ഒരു കാൻഡി ബാർ വിറ്റുകൊണ്ട് ഒരു ഫുൾ ടൈം ജോബിന് ഇൻകം നിങ്ങൾക്ക് വാങ്ങിക്കാന്ന് വെച്ചാൽ, ഇന്ന് RCM 800-ലധികം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിനും കൂടുതൽ എന്താ തരിക? ഒരു ഉൽപ്പന്നത്തിന് ഇത്രയും ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 ഉൽപ്പന്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ഓരോ ആൾക്കാരും ഏകദേശം അംബാനി ഉണ്ടാക്കുന്ന അത്രത്തോളം ടേൺ ഓവർ ഉണ്ടാക്കാൻ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വേറെ ഏത് മേഖല തരും, വേറെ ഏത് ആൾക്കാർ തരും? ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊരു മിഠായിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒരു തൃശ്ശൂർ ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ആ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ പറ്റൂ. എന്നാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് ഈ മിഠായി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാം, എവിടെ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിനുള്ള ലൈസൻസും പ്രത്യേകിച്ച് ലൈസൻസിന് അപ്ലൈ ചെയ്യാതെ കമ്പനി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ചോയ്സ് ഈസ് യുവേഴ്സ്. ജോയ് ബൈറ്റ്സ് വെച്ച് സക്സസ്ഫുൾ ആവണോ, ഹരിത സഞ്ജീവനി വെച്ച് സക്സസ്ഫുൾ ആവണോ, ന്യൂട്രിചാർജ് വെച്ച് സക്സസ്ഫുൾ ആവണോ, തുളസി പെയിൻസ് വെച്ച് സക്സസ്ഫുൾ ആവണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ്. ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഒരു ചെറിയൊരു ഉൽപ്പന്നം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾ തുളസി പെയിൻസിന്റെ മേലൊന്ന് കൈയൊന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരാവും? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ ഈ ഒരു പ്രസന്റേഷൻ എനിക്ക് ഇവിടെ ചെയ്യാൻ തന്ന, എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന സുരാഗ് സാറിനും ആഷിഖ് സാറിനും ഞാൻ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട്